വേണു അതല്ലേ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം വൈറലായ പയ്യൻ? അതന്നെ, മറ്റേ സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴെ നിന്ന് പഠിക്കുന്നത്. അതെ, നമുക്കൊന്ന് ചോദിച്ചിട്ട് വരാം. ഒന്ന് സൈഡ് ചെയ്യും. എടാ, എൻ്റെ എല്ലാവരും വിളിച്ചായിരുന്നോ? നസ്രു അല്ലേ? അതെ, നിങ്ങൾ വൈറലാക്കിയ അഖിലല്ലേ ഇത്? അഖിലാണ് നിങ്ങളാണ് ഇപ്പൊ കേരളത്തിലെ താരം, അറിഞ്ഞു? അറിഞ്ഞു, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ. ഞാൻ കേട്ടത് കൂട്ടുകാരോടൊന്ന് അടിക്കാനൊക്കെ പറഞ്ഞോ? വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട്. എൻ്റെ കൂട്ടുകാർ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നത്, എൻ്റെ അടുത്ത് ഇരുന്നിട്ട് അവരിരുന്നിട്ട് റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റീഫ്രഷ് ചെയ്യുമ്പോൾ കയറിക്കൊണ്ടിരിക്കുക. ഞാൻ എന്നിട്ട് എടാ അല്ലേ ഒന്നടിക്ക് ഇതെന്ത്? അപ്പോൾ വേറൊരു കൂട്ടർ നീ വയറല്ലേ എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് വിളിക്കല്. എങ്ങനെ അഖില എറണാകുളം സിറ്റിയിലെത്തിയേ? വെളിയിൽ പോയിട്ട് പഠിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളൊരു സ്വപ്നം തന്നെയാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തും എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഞാനും വിചാരിച്ചു എന്തായാലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വെളിയിൽ പോകണം. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സെർച്ച് ചെയ്തതിന് ശേഷം ജർമ്മൻ എന്നുള്ളൊരു ഇതിലെത്തി. പിന്നെ ആ കോഴ്സിൻ്റെ കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, നമുക്കിപ്പോൾ വേറെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് അവിടെയൊക്കെ 1 lakh, അതേപോലെ തന്നെ 1 lakhന് എബോവ് ആയിട്ടാണ് നമുക്ക് ഫീസ് വരുന്നത്. 12:30 1 മണി വരെ ക്ലാസ് ഉണ്ടാവും. അതിനൊരു നേരെ വന്ന് സ്വിഗ്ഗി സൊമാറ്റോയ്ക്ക് തന്നെ ഓടാൻ പോകും. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് പഠിക്കാനുള്ള സമയം വേണം. ഓടുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബ്രേക്കൊക്കെ കിട്ടുന്ന ടൈമിൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം പഠിക്കും. അതിപ്പോൾ ഞാൻ എവിടെയാണോ ഉള്ളത് അവിടെ പഠിക്കും. ഞങ്ങൾ അഖിലിൻ്റെ വീട്ടിൽ പോയിരുന്നു, അപ്പൂപ്പനെ അമ്മൂമ്മനെ കണ്ടിരുന്നു, സംസാരിച്ചു. അവരാണല്ലേ എല്ലാം? അതെ, മുത്തശ്ശനും മുത്തശ്ശിയാണ്. അവരാണ് ചെറുപ്പം മുതൽ തന്നെ നോക്കിയതും വളർത്തിയതും. എൻ്റെ അമ്മ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അത് കാരണം കൊണ്ട് അച്ഛൻ 2ാമത്തെ കല്യാണം കഴിച്ചു. അവർ 2 മക്കളായി. അവർ വേറെ പോയിരുന്നു. ഞങ്ങളുടെ കൂടെ തന്നെ ഇരുന്ന് വളർന്നു. മുത്തശ്ശി ഈ ഒരു 65-ാമത്തെ വയസ്സിലും 67-ാമത്തെ വയസ്സിലും ഈ ഇഞ്ചി ചുരണ്ടാൻ വേണ്ടി പോകും. എൻ്റെ മുത്തശ്ശൻ്റെ കൈയൊക്കെ കണ്ടതിന് നമുക്ക് സങ്കടം വരും. എന്നിട്ട് ഈ ടൈമിൽ നമുക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് എൻ്റെ അച്ഛമ്മ പോകുന്നതും. ഞങ്ങൾ ഈ വീടുണ്ട്, സ്ഥലമുണ്ട്, അത് വിറ്റ് നിന്ന് ഞങ്ങളുടെ അയച്ച പഠിക്കുന്നതും വണ്ടിയാണോ നീ ശരിയായി തരണം. അപ്പോൾ അത് വീട് വിൽക്കുക എന്നൊക്കെ പറയുന്നത് അവർക്കും വിഷമമുള്ള കാര്യം തന്നെയാണ്. അവർക്ക് വേറൊരു സ്ഥലമോ വേറൊരു ഇതോ ഈ വയസ്സാം കാലത്ത് അവർക്കും ആഗ്രഹം ഉണ്ടാവും. അവൻ്റെ സ്വന്തം മണ്ണിലാണെങ്കിലും കിടക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ല. ജീവിതത്തിൽ എന്തെങ്കിലും ആകുമോ നിനക്ക് തന്നെ തോന്നുന്നുണ്ടോ? അങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കും. പിന്നെ ഒറ്റയ്ക്ക് കരച്ചിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോകും ബാത്റൂമിൽ പോയിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നേരെ പോകും ബാത്റൂമിൽ പോയിട്ടിരുന്ന് കരയുക. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു, ഇല്ല പഠിച്ചേ പറ്റുള്ളൂ, അല്ലാണ്ട് വേറൊരു ഓപ്ഷൻസ് ഇല്ല. നീ പഠിച്ചാലേ ഇന്നത്തെ കാലത്ത് പഠിച്ചവനെ വിലയുള്ളൂ. ഞാനത് മനസ്സിലാക്കിയ കാര്യമാണ്. എക്സാം നടക്കുന്നതുകൊണ്ട് ഞാനപ്പോൾ ജസ്റ്റ് ആ നോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി എന്താണെന്നുള്ളത് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു നമ്മുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമാണോ എന്താ എത്തിച്ചതെന്ന് എനിക്ക് ഇനിയും അറിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ നിമിത്തം മാത്രം എല്ലാ അഖിലിനും സ്വന്തമാണ്. അഖിലിൻ്റെ പഠിക്കാനുള്ള കഴിവിനാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തത്. അത്രേ അറിയാവുള്ളൂ. അതെ, നസ്രു വീഡിയോയിലൂടെ അഖിലിന് നൽകിയ വലിപ്പ സത്യം പറഞ്ഞാൽ അഖിലിന് ബോധ്യമായിട്ടുണ്ടോ എന്നറിയില്ല. മറ്റുള്ളവരുടെ ഒരു ഊർജവും പ്രചോദനമായി മാറുകയാണ്. അഖിൽ സ്വപ്നം കാണുന്ന ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ. വേണുവിനൊപ്പം അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. അരുൺ ശങ്കർ നമുക്കിപ്പോൾ ഉണ്ട്. അരുൺ, വളരെ ഒരു സന്തോഷം തോന്നുന്നു അഖിലിൻ്റെ സംസാരം കേൾക്കുമ്പോൾ. ഒപ്പം നസ്രു പറഞ്ഞ് ഞാനൊരു നിമിത്തം മാത്രമാണ്, അഖിലാണ് എല്ലാം എന്നാണ്. നസ്രുവിനും തീർച്ചയായും ഒരു കയ്യടി കൊടുക്കണം. അങ്ങനെ അത് കണ്ടെത്താനും അദ്ദേഹം ഇത് പങ്കുവെച്ചുകൊണ്ടാണല്ലോ ഇങ്ങനെ ഇത്രയും ഒരു സ്പേസിലേക്ക് അഖിലും എത്തുന്നത്. നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജം കൂടി ഉണ്ടല്ലേ അരുണെ, അവരെ കാണുമ്പോൾ, ആ ചിരിയൊക്കെ കാണുമ്പോൾ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതായത് അത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന ഒരു ഊർജ്ജം, ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷം അഖിലിനെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആളുകൾ വിളിക്കുന്നുണ്ട്. വളരെ പ്രശസ്തരും അതോടൊപ്പം തന്നെ അപ്രശസ്തരുമായിട്ടുള്ള നിരവധി പേർ വിളിക്കുന്നുണ്ട്. അവരൊക്കെ വിളിക്കാൻ കാരണം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന, ഈ വീഡിയോ കാണുമ്പോൾ ലഭിക്കുന്ന ഒരു പ്രചോദനമാണ്. അതായത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്ത് നിന്ന് ജീവിത പ്രാരാബ്ധങ്ങൾക്കെതിരെ പോരാടി അവൻ വിജയിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയത്നമാണ്. ആ പ്രയത്നത്തിനാണ് ഈ സമൂഹം
കയ്യടി കൊടുക്കുന്നത്. അതിനകത്ത് പറയാതെ പോയ ചില ഭാഗങ്ങൾ കൂടി ഉണ്ട്. ഇങ്ങനെ ഇരുന്ന് പല സ്ഥലത്തും ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ചില ആൾക്കാർ പുച്ഛിച്ച് ചിരിച്ചുകൊണ്ടൊക്കെ പോയിട്ടുണ്ടെന്നാണ് അഖിൽ പറയുന്നത്. അങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഇങ്ങനെ മാറി നിന്ന് കരയേണ്ടിയൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ അപ്പോഴും അവൻ സ്വയം പറയുന്നുണ്ട്, എനിക്ക് പഠിക്കണം, കാരണം വിദ്യാഭ്യാസത്തിൻ്റെ വില അറിഞ്ഞിട്ടുള്ളവനാണ് ഞാൻ, അതുകൊണ്ട് പഠിച്ചു തന്നെ മുന്നേറണം എന്നുള്ളതാണ് അവൻ നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്നത്. അവനിപ്പോൾ സമൂഹം നൽകുന്ന പിന്തുണയിൽ അവൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ തന്നെ എത്താൻ കഴിയും എന്ന് ഉറപ്പാണ്. വലിയ പിന്തുണ അവന് സമൂഹത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നസ്രുവിൻ്റെ എടുത്തു പറയേണ്ടതാണ്. കാരണം നസ്രു ഒരു നിമിത്തമായി മാറിയില്ലായിരുന്നെങ്കിൽ ഇവൻ്റെ ഈ അഖിൽ എന്ന് പറയുന്ന ആ കുട്ടിയുടെ ആ ഒരു പരിശ്രമം സമൂഹം അറിയാതെ പോകും. പക്ഷേ ആ നസ്രു എന്തായാലും ഒരു നിമിത്തമായി അതങ്ങനെ ലോകം അറിഞ്ഞിരിക്കുകയാണ്. നസ്രുവിൻ്റെ നല്ല മനസ്സും അതോടൊപ്പം തന്നെ ആ മനസ്സിലൂടെ അഖിലിന് കിട്ടിയിരിക്കുന്ന നല്ലൊരു അവസരവും കൂടിയാണ് ജീവിതത്തിൽ. എല്ലാവർക്കും ജീവിതത്തിൽ ഇങ്ങനൊരു അവസരം. ഈ വീഡിയോ ഷൂട്ടുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 3-4 മണിക്കൂർ അഖിലിനൊപ്പം ഞാൻ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അഖിലിന് പലപ്പോഴും ഞാൻ എന്നിട്ട് ചിരിക്കുന്നുണ്ട്, ഒന്നും എന്തോ ഇങ്ങനെ സ്വയം ഓർത്ത് ചിരിക്കുന്നുണ്ട്. ഒരു വണ്ടർ അടിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ അഖിൽ. ഇപ്പോഴും അങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും ഒരു സ്വയം ആലോചിക്കുന്നുണ്ട്, ഇത് സത്യമാണോ എന്നൊക്കെ. അങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ ചില യാദൃച്ഛികതകളും ആകസ്മികതകളൊക്കെ ഉണ്ടാകും. അങ്ങനെ പലപ്പോഴും ഉണ്ടാകുന്നതിൽ ആ ആകസ്മികതയാണ് ഒരുപക്ഷെ അവനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. അതിനുള്ളൊരു അവസരമായി മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ശരിയാണ്. അത് ഒന്നുമായില്ല എന്നൊക്കെ പറഞ്ഞ് നിരാശപ്പെടുന്നവർ സ്വയം ആലോചിക്കണം, നമ്മൾ അതിന് മാത്രം ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെടുന്നവരെ കൂടി നമ്മൾ കാണുമ്പോൾ നമുക്കും അങ്ങനെയൊക്കെ ചെയ്യാനും പ്രയത്നിക്കാനും ഒക്കെ തോന്നും. എന്തായാലും അഖിലിൻ്റെ ജീവിതം മനോഹരമാകട്ടെ, നസ്രുവിനും ആശംസകൾ. ശരി അരുൺ.